ഹായ് ഗൈസ്, ഐ എം മാധവ്. സംഭവം ഈ സിനിമ എനിക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ എന്നെപ്പോലെ ഫിലിം മേക്കർ ആവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരു ഇൻസ്പിറേഷനാണ്. ബിക്കോസ് ഈ സിനിമ ഉണ്ടായിരിക്കുന്നത് ഒരു ഷോർട്ട് ഫിലിമിൽ നിന്നാണ്. അപ്പോൾ അത് ഭയങ്കര ഇൻസ്പിറേഷനാണ്. നമുക്ക് എന്താ പറയുക, കുറച്ച് പ്രതീക്ഷകൾ തരുന്ന പരിപാടിയാണ് അങ്ങനത്തെ ഒരു സിനിമ. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാകുന്നത്. നമ്മുടെ ഈ സിനിമയിൽ ഈ പിച്ച് ഫിലിംസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വലിയ സിനിമയെ ഒരു ചെറിയ കഥയാക്കിയിട്ട് അത് നല്ലൊരു ഗ്രാൻഡ് ക്വാളിറ്റിയിൽ ഒരു ഷോർട്ട് ഫിലിം ആക്കി പ്രൊഡ്യൂസേഴ്സിനെ കാണിക്കുക, ഡയറക്ടേഴ്സിനെ കാണിക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ അത് എന്താ പറയുക, റിലീസ് ആവാൻ പാടില്ല. നമ്മുടെ കയ്യിലൊരു ഐഡന്റിറ്റി കാർഡ് പോലെ അത് എപ്പോഴും ഉണ്ടായിരിക്കണം. ഒഫീഷ്യലായിട്ടുള്ളൊരു സാധനമായിട്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ഷോർട്ട് ഫിലിമായി യൂട്യൂബിൽ റിലീസ് ചെയ്ത് ഏകദേശം 1 മില്യന് മേളിൽ വ്യൂസ് ഉണ്ടായിരുന്നു. സാധാരണ യൂട്യൂബിൽ അത്തരം വ്യൂസൊക്കെ ഇടുന്ന ഷോർട്ട് ഫിലിംസ് കൂടുതലും ഒന്നില്ലെങ്കിൽ റൊമാൻറ്റിക് കോമഡി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റൊമാൻറ്റിക് കോമഡി, ഈ ഒരു 3 ജേണറുകൾ വരുന്ന പരിപാടിയൊക്കെ യൂട്യൂബിൽ അങ്ങനെ എപ്പോഴും വൈറലാവുന്നത്. പക്ഷേ ഇതൊരു സൈഫൈ എലിമെൻ്റ് ഉള്ളൊരു സബ്ജക്റ്റ് ആണെങ്കിൽ പോലും യൂട്യൂബിലും മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഈ ഷോർട്ട് ഫിലിം ഒരു ചർച്ചയായി. ഞാനും ഇതിൻ്റെ തുടക്കകാലങ്ങളിൽ ഞാൻ ഷോർട്ട് ഫിലിം കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ഗംഭീര മേക്കിങ്ങും നമ്മൾ അതിലേക്ക് വലിച്ചിടുന്ന കഥയിലേക്ക് വലിച്ചിടുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു ഗംഭീര പരിപാടി. അങ്ങനെയാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു പ്രൊഡ്യൂസർ അത് കണ്ടിട്ട് ആ ഷോർട്ട് ഫിലിമിൻ്റെ ആ ഒരു സ്വീകാര്യത കണ്ടിട്ട് ഡയറക്ടറെ കോണ്ടാക്ട് ചെയ്യും. അങ്ങനത്തെ ഒരു സിനിമയായിട്ട് മാറുകയാണ്. സോ ഇതൊക്കെ കേൾക്കുമ്പോൾ സിനിമയിൽ എത്തിപ്പെടാൻ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമുക്കും എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, ഞാൻ മുമ്പ് പറഞ്ഞാൽ പ്രതീക്ഷ തരുന്ന കാര്യങ്ങളാണ്. പിന്നെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു ഗംഭീര സിനിമയാണ്. അതായത് എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ടൈം ബേസ്ഡ് ഫിക്ഷൻസ് ഇഷ്ടപ്പെടുന്ന, അത്തരം സിനിമകൾ ഫോളോ ചെയ്യുന്ന, സീരീസുകൾ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഈ സിനിമ നല്ലോണം കണക്റ്റ് ആവും. വിദേശ സിനിമകൾ, സീരീസുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ, നമ്മുടെ കേരളത്തിന് ഇത്തരം നല്ല സിനിമകൾ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ. സോ അത് ഇവിടെ നടന്നിട്ടുണ്ട്. കാരണം ഭംഗിയായിട്ട് ആ ഒരു കോൺസെപ്റ്റിനെ, ഭംഗിയായിട്ടെന്നല്ല, അതിഗംഭീരമായിട്ട് അതിനെ അവതരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്ക് ഈ പറഞ്ഞ ലൂപ്പ് സിനിമകളുടെ ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള പോയിന്റ്, നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കുക മാത്രം ചെയ്താൽ നമുക്ക് ബോറടിക്കും. പക്ഷേ നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണം, അതേസമയം നമ്മൾ ത്രില്ലിങ് ആക്കണം. സോ ഈ 2 കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ചലഞ്ചിങ് ആണ്. പക്ഷേ ഈ സിനിമയിൽ അത് ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളിങ്ങനെ ത്രില്ലടിപ്പിച്ച് നമ്മൾ ആ കാടിൻ്റെ അകത്തേക്ക് വലിച്ചിട്ട് ആ ലൂപ്പിൽ പെടുത്തി, എന്താ പറയുക, തുടക്കം തൊട്ട് നമുക്ക് എൻഡ് വരെ ആ ഒരു എൻഗേജിങ് ഫാക്ടർ നിലനിർത്തിക്കൊണ്ടാണ് സിനിമ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈ പറഞ്ഞ പോലെ ഹെവിയാണ്. സൗണ്ട് വിഷ്ണു ഗോവിന്ദാണ്, അറിയാമല്ലോ. അപ്പോൾ അമ്മാതിരി പരിപാടിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ സിനിമാറ്റോഗ്രാഫി എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ആളുടെ ഡെബ്യൂ ഫിലിമാണെന്ന് തോന്നുന്നത്. ഭയങ്കര മെച്യൂറായിട്ടുള്ള ഫ്രെയിംസാണ് ഈ സിനിമയുടെ എല്ലാം. അതായത് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ആ കാട് ക്യാപ്ചർ ചെയ്തിരിക്കുന്നതും. നമ്മൾ ഒരുപാട് സിനിമകൾ കാട് കണ്ടിട്ടുണ്ടെങ്കിലും ഈ സിനിമയിൽ അതിൻ്റെതായിട്ടുള്ള സിഗ്നേച്ചർ കൊടുക്കാൻ സിനിമാറ്റോഗ്രാഫിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര മെച്യൂർ ആയിട്ടുള്ള, ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്രെയിംസാണ് ഇതിൻ്റെ എല്ലാം. പിന്നെ സ്കോറ്, ഒറിജിനൽ സ്കോറ് എന്താ പറയുക, പടത്തിൻ്റെ മൂഡിനെ, ചില ഹൊററായിട്ടുള്ള അങ്ങനത്തെ കുറച്ച് ഏരിയകളുണ്ട്. അതിൽ വരുമ്പോൾ, ലൂപ്പ് വരുമ്പോൾ, ത്രില്ലിങ് ആകുമ്പോൾ, ഇതിനൊക്കെ അതേ ഫ്ലേവർ കൊടുത്തിട്ടുള്ള ആ ഒരു സ്കോറിങ് പരിപാടി ഗംഭീരമായിരുന്നു. അങ്ങനെ ടെക്നിക്കലി ഈ പറയുന്ന പോലെ പടം നല്ല രീതിക്ക് നല്ലൊരു അറ്റ്മോസ് 4K തിയേറ്ററിൻ്റെ സെൻറ്ററിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ ടെക്നിക്കലി തന്നെ പടം നമുക്ക് എൻജോയ് ചെയ്യാനുള്ള മുതലുണ്ട് ഇതിൽ. പിന്നെ ഇതിലെ പെർഫോമൻസുകൾ നമ്മൾ എടുത്തു പറയണം. എല്ലാവരും, ഞാൻ ഒരാളെ എടുത്തു പറയുന്നില്ല, എല്ലാവരും ഈ പറയുന്ന പോലെ പുതിയ കുറേ ആളുകളുണ്ട്. അവരെല്ലാവരും ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് എന്താണ് ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന അതിന് 100% കൊടുത്ത് കൃത്യമായിട്ട് എല്ലാ ഇമോഷനും നമ്മളിലേക്ക് എത്തിക്കുന്ന രീതിയാണ് എല്ലാവരും ഇതിൻ്റെ അകത്ത് പണിയെടുത്ത് വെച്ചിരിക്കുന്ന ആക്ടേഴ്സ് എല്ലാവരും. ആ പെർഫോമൻസും അവരുടെ ആ ഒരു ക്യാരക്ടർ റൈറ്റിങ്ങും പരിപാടിയൊക്കെ പൊളിയായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അതായത് എങ്ങനെയാണ് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്, നമുക്ക് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കോറ് ക്രിയേറ്റ് ചെയ്യാൻ. അത് നമ്മുടെ ഡയറക്ടറും റൈറ്ററും ഒരാൾ തന്നെയാണ്, ജിത്തു സതീശൻ മംഗലത്ത്, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആള് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്, അതിൻ്റെ റൈറ്റിങ്ങിലാണെങ്കിലും അതിൻ്റെ എക്സിക്യൂഷനിലാണെങ്കിലും അത് കൊണ്ടുവന്നിരിക്കുന്നത്, അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. അതായത് ആ ഒരു ഫൗണ്ടേഷൻ ആൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു രക്ഷയില്ലാതെയാണ്. ഞാൻ ആലോചിച്ചു, ഇനി ഈ പടത്തിൽ എന്തുകൊണ്ടെന്നാലും നമ്മളെ കൺവിൻസ് ചെയ്യാൻ പറ്റും, നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ളൊരു, എന്താ പറയുക, ഒരു കിഡിലൻ ഫൗണ്ടേഷൻ. എന്താ പറയുക, കുറച്ച് മിത്തോളജിയും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത്, സൈഫൈയും കൂടെ മിക്സ് ചെയ്ത ആ ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഭയങ്കര ഒരു സിനിമയുടെ പ്ലസ് പോയിൻ്റ് ആണ്. കാരണം നമ്മൾ ആ കോർ എലമെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് വർക്കായില്ലെങ്കിൽ പിന്നെ നമുക്ക് സിനിമയിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല.
പക്ഷെ ഇതവിടെ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഒരു രക്ഷയില്ലാതാണ്. പിന്നെ ഇതിന്റെ ക്ലൈമാക്സ്, ആ എൻഡിങ്, അത് ഈ പറഞ്ഞ പോലെ അടുത്തതിലേക്ക് നമുക്ക് ഒരു ക്ലിഫ് ഹാങ്ങറിൽ കൊണ്ടാണ് നിർത്തിയിരിക്കുന്നത്. എന്തൊക്കെയായി നടക്കുക എന്നുള്ളത് നമ്മളെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കുന്ന, നമുക്ക് ഭയങ്കര ആകാംക്ഷയോടെ തന്നെയാണ് ആ എൻഡിങ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഒരിടയ്ക്ക് ഈ ടൈം ബേസ്ഡ് ഫിക്ഷൻസ് മാത്രം ഫോളോ ചെയ്യുന്നൊരു സമയം ഉണ്ടായിരുന്നു. അതായത് അത്തരം സിനിമകൾ അല്ലെങ്കിൽ സീരീസുകളൊക്കെ, എസ്പെഷ്യലി സിനിമകൾ. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ സിനിമകളുണ്ട്. അതിനെയൊക്കെ പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സിനിമയായിട്ട് ഈ സിനിമയെ മാറി. എസ്പെഷ്യലി നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇത്രയും ഭംഗിയായിട്ട് ഈ കോൺസെപ്റ്റിനെ യൂസ് ചെയ്തതുകൊണ്ട് എന്താ പറയുക, അതൊരു ഫാക്ടറാണ് ഫേവറേറ്റ് ആവുന്നതിനുള്ള. അപ്പോൾ ഇതായിരുന്നു എനിക്ക് സംഭവം എന്ന് പറയുന്ന സിനിമ. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു സിനിമ, ഇഷ്ടപ്പെട്ട സീനുകളും എന്താ പറയുക ടെക്നിക്കൽ ഏരിയകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്നോട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം.